ആ സമയം അവിടെ ശങ്കറും പാറുവും വരുന്നു. ശങ്കറിന്റെ ഫോട്ടോയിൽ മാല ഇട്ടിരിക്കുന്നത് കണ്ട് ഞെട്ടലോടെയാണ് ശങ്കറും പാറുവും അകത്തേക്ക് കയറുന്നത്. അവരെ കാണുന്ന എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ശങ്കറിനും പാറുവിനും ഒരു ആപത്ത് സംഭവിച്ചില്ല എന്ന് അറിയുന്ന എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ കള്ളത്തരം എല്ലാവർക്കും മനസ്സിലാകുമോ എന്ന് അറിയുന്ന ലേഖൻ നമ്മളെ പറ്റിച്ച് ആ പോലീസിനെതിരെ കേസ് കൊടുത്ത് അയാളുടെ ജോലി കളയുമെന്നും പറയുകയാണ്. അതേസമയം അകത്തേക്ക് കയറുന്ന മോഹിനിയുടെ കയ്യിലെ വള പാറു കാണുകയാണ്. ആ വള കാണുന്ന പാറുവിന് അന്ന് കറണ്ട് പോയ സമയം ജ്യോതിയുടെ കൈ പിടിച്ചിരുന്ന സ്ത്രീയെ ഓർമ്മ വരുന്ന പാറു മോഹിനിയുടെ വളയാണോ അതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പാറു മോഹിനിയുടെ റൂമിൽ പോകുന്നു. പാറു മോഹിനിയുടെ റൂമിൽ വള അന്വേഷിക്കുന്ന സമയം അവിടെ മോഹിനി വരുന്നു. മോഹിനിയെ കാണുന്ന പാറു മോഹിനിയോട് വളയുടെ കാര്യം ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മോഹിനി പാറുവിന് കൈ കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരു വള മാത്രമേ ഇപ്പോൾ എന്റെ കയ്യിലുള്ളൂ എന്നും ജോഡിയായ ഒരു വള മിസ്സായി എന്നും ഈ പാലസിൽ എല്ലായിടത്തും അന്വേഷിച്ചു കണ്ടില്ല എന്നും പറയുകയാണ്. പാറു പോയതിനു ശേഷം മോഹിനി രണ്ട് വളയും കയ്യിലെടുക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് സമയം മുമ്പ് നടന്നത് കാണിക്കുന്നത്. മോഹിനിയുടെ റൂമിൽ വരുന്ന പാറു കയ്യിലിരിക്കുന്ന ഫോട്ടോ നോക്കി നിൽക്കുന്നത് പുറകിൽ നിന്നും കാണുന്ന മോഹിനി അപ്പോൾ തന്നെ ഒരു കയ്യിൽ കിടന്ന വള അപ്രത്യക്ഷമാക്കുകയാണ്. അതുകൊണ്ട് പാറു നോക്കുമ്പോൾ മോഹിനിയുടെ ഒരു കയ്യിൽ മാത്രമേ വള ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് പാറുവിന് ഒരിക്കലും മോഹിനിയുടെ സത്യം കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മോഹിനി ആ രണ്ട് വളയും അപ്രത്യക്ഷമാക്കുകയാണ്. അടുത്ത സീനിൽ പാലസിൽ കൃഷ്ണാഷ്ടമിയുടെ പൂജ നടക്കുകയാണ്. പൂജയിൽ അതിഥികളായി കുറച്ച് പേർ വന്നിട്ടുണ്ട്. പൂജ നടക്കുന്നതെല്ലാം നോക്കി അവിടെ അടുത്തായി മാറി നിൽക്കുകയാണ് മോഹിനി, രംഭയും മൻമോഹനും. മോഹിനി അടുത്ത പുതിയ പ്ലാൻ എന്തോ മനസ്സിൽ കണക്കുകൂട്ടിയാണ് അവിടെ നിൽക്കുന്നത്. പൂജയുടെ അവസാനം തേങ്ങ പൊട്ടിക്കാൻ ദുൽചന്ദ് നോക്കുമ്പോൾ തേങ്ങ പൊട്ടാത്തത് കാണുന്ന എല്ലാവരും പേടിയോടെ നിൽക്കുകയാണ്. അത് കാണുന്ന ശങ്കർ ദുൽചന്ദിന്റെ കയ്യിൽ നിന്ന് തേങ്ങ വാങ്ങിയിട്ട് ഈ ചെറിയ തേങ്ങ പൊട്ടാത്തതിലാണോ നിങ്ങൾ എല്ലാവരും പേടിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ശങ്കർ ആ തേങ്ങ പൊട്ടിക്കുകയാണ്. ശങ്കർ തേങ്ങ അടിക്കുമ്പോൾ തേങ്ങ പൊട്ടുന്നത് കണ്ട് എല്ലാവരും പേടി മാറി സന്തോഷത്തോടെ നിൽക്കുന്ന സമയം ശങ്കറിന്റെ കയ്യിലിരിക്കുന്ന തേങ്ങയുടെ അകത്തു നിന്ന് രക്തം വരുന്നത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. അത് കണ്ട് പേടിക്കുന്ന മുത്തശ്ശി ശങ്കറിന്റെ കയ്യിലിരിക്കുന്ന തേങ്ങ എടുത്ത് കളയുകയാണ്. ഇതെല്ലാം മോഹിനിയുടെ പ്ലാനിന്റെ ഭാഗമാണ്. അത് കണ്ട് അവിടെ വരുന്ന മോഹിനി ഇതെല്ലാം രക്ഷസ് ചെയ്യുന്നതാണെന്നും രക്ഷസിന് ദേഷ്യം വന്നാൽ മാത്രമേ ഇതുപോലുള്ള ഓരോ വസ്തുക്കളിൽ നിന്നും രക്തം വരുമെന്നും അവസാനം അത് മനുഷ്യന്റെ ബലിയിലേ തീരുകയുള്ളൂ എന്നും പറയുകയാണ്. അത് കേട്ട് പേടിക്കുന്ന മുത്തശ്ശി ശങ്കറിനോട് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സിറ്റിയിലേക്ക് പോകണമെന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ശങ്കർ അവിടെ നിന്ന് പോവുകയാണ്. പാറുവും അവിടെ നിന്ന് വിഷമത്തോടെ പോവുകയാണ്. തുടർന്ന് മുത്തശ്ശി ദുൽചന്ദിനോട് ശങ്കറിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന മോഹിനി ഇത് നടക്കാനാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് മനസ്സിൽ പറയുകയാണ്. പാലസിന്റെ അകത്ത് ഓടി വരുന്ന പാറു എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് പാറു ദുൽചന്ദിനോട് ലണ്ടനിൽ ഒരു വലിയ സയന്റിസ്റ്റ് ആയ ഗുരുജി ഉണ്ടെന്നും ആ ഗുരുജിക്ക് എത്ര വലിയ രക്ഷസിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും പാലസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഉറപ്പായും വരുമെന്നും പാറു പറയുന്നത് കേൾക്കുന്ന ദുൽചന്ദ് ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം ബാഗുമായി ശങ്കറും ജ്യോതിയും വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടലോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ്. ജ്യോതിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ രണ്ടുപേരും സിറ്റിയിലേക്ക് പോവുകയാണ് എന്ന് ശങ്കർ പറയുന്നത് കേൾക്കുന്ന ദുൽചന്ദ് മോഹിനിയെ വിളിക്കുകയാണ്. ദുൽചന്ദിന്റെ വിളി കേട്ട് അവിടെ വരുന്ന മോഹിനി ശങ്കറിനെ നോക്കി വിഷമിച്ച് കരഞ്ഞുകൊണ്ട് രക്ഷസ് കാരണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തകർത്ത് അഭിനയിക്കുകയാണ് മോഹിനി. അതെല്ലാം കാണുന്ന ദുൽചന്ദ് മോഹിനിയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ പാറു മോഹിനിയോട് ഇവിടെ നിന്നും ആരും പോകുന്നില്ല, പകരം ആ രക്ഷസ് ഈ പാലസിൽ നിന്ന് പോകുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അത് കേൾക്കുന്ന ദുൽചന്ദ് മോഹിനിയോട് പാറു ഒരു ഗുരുജിയെ പറ്റി പറഞ്ഞു, പാറു പറഞ്ഞതുകൊണ്ട് ആ ഗുരുജിയോട് ഇവിടെ വരാൻ വേണ്ടി ഫോണിൽ വിളിച്ച് പറഞ്ഞു എന്ന് പറയുകയാണ്. അത് കേട്ട് മോഹിനിക്ക് മോഹിനിയുടെ പ്ലാൻ നടന്നില്ലല്ലോ എന്ന ദേഷ്യത്തിൽ നിൽക്കുകയാണ് മോഹിനി. ഈ സമയം പാറു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് ഈ പാലസിൽ നിന്നും രക്ഷസിനെ പുറത്താക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. പാറു പറഞ്ഞത് കേൾക്കുന്ന ശങ്കർ പാറുവിനോട് രക്ഷസിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പാറുവിന് ഇത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ ഈ പൂജ തീരുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറയുകയാണ്. ശേഷം പൂജ നടക്കുകയാണ്. പൂജ നടക്കുന്ന സ്ഥലത്ത് എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ മണ്ണുമായി പാറു വരുന്നു. പൂജയുടെ അവസാനം ആ മണ്ണിൽ രക്ഷസിന്റെ മുഖം കാണാൻ കഴിയുമെന്ന് ഗുരുജി പറയുന്നത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ആ സമയം അവിടെ മോഹിനി വരുന്നു. മോഹിനിയെ കാണുന്ന ഗുരുജിക്ക് നെഗറ്റീവ് ഫീൽ തോന്നുകയാണ്. തുടർന്ന് ഗുരുജി മന്ത്രം പറയുന്ന സമയം അവിടെ ഇരിക്കുന്ന മണ്ണിൽ രക്ഷസിന്റെ മുഖം ചെറുതായി തെളിഞ്ഞു വരുന്നത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.